ഒഴുക്കിന്റെ താളങ്ങളെ കേട്ട് നിൽക്കുകയാണ് നമ്മളിപ്പോൾ. പുഴയുടെ പേര് ത്രിശൂലി എന്നാണ്. നേപ്പാളിൽ നിന്ന് മുക്തിനാഥനെ ലക്ഷ്യം വെച്ചുള്ള യാത്രയിൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് പോഖ്രയിലേക്ക് എത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അവിടേക്ക് എത്തുവാനുള്ള നമ്മുടെ യാത്ര അതിമനോഹരമായ അന്നപൂർണ്ണ മലകളെ കണ്ടുകൊണ്ടാണ്. അന്നപൂർണ്ണ മലനിരകൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ആ പച്ചപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര. ഈ ഒഴുകുന്ന പുഴയുടെ പേര് ത്രിശൂലി എന്നാണ്. ത്രിശൂലം, ഭഗവതി കയ്യിലേന്തിയ ത്രിശൂലമാകാം, സാക്ഷാൽ മഹാദേവൻ കയ്യിലേന്തിയ ത്രിശൂലവുമാകാം. ഏതായാലും ശൈവ ശക്തി സമ്പ്രദായങ്ങളുടെ സുഗമമായ ഒരു ഒഴുക്ക് തീർച്ചയായിട്ടും ഈ പുഴയ്ക്കുണ്ട്. ആ ഒഴുക്കിനെ അറിഞ്ഞുകൊണ്ട് ത്രിശൂലി നദിയുടെ തീരത്ത് നിൽക്കുമ്പോൾ കാഠ്മണ്ഡുവിൽ നിന്ന് നമ്മുടെ യാത്ര പുറപ്പെട്ട് ഏകദേശം ഒരു അരമണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ നമ്മളൊരു ഹൈ റേഞ്ച് വഴിയിലേക്ക് എത്തും. അവിടെ നിന്ന് മലനിരകളിലൂടെ ഉള്ള വഴികൾ ശരിക്കും ഇപ്പോൾ 2015 ഭൂമികുലുക്കം, അത് കഴിഞ്ഞിട്ടുണ്ടായ വെള്ളപ്പൊക്കം, ഇതിലൊക്കെ പൂർണ്ണമായും നശിച്ചും ഒലിച്ചും ഒക്കെ പോയ റോഡുകളെ പുനരാവിഷ്കരിക്കുകയാണ് ഇപ്പോൾ. അതായത് റോഡുകളുടെ ഒക്കെ പണികൾ നടക്കുകയാണ് പലയിടത്തും. ആ റോഡുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ വേണ്ട യാത്ര 3 മണിക്കൂർ എടുത്തൊക്കെയാണ് ശരിക്കും പൂർത്തിയാക്കാം. അങ്ങനെ ഇതിൻ്റെ 5 മണിക്കൂർ യാത്ര ചെയ്തെത്തുമ്പോഴാണ് ഇവിടെ ഈ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം മനോകാമന എന്ന ക്ഷേത്രത്തിൽ നമ്മൾ എത്തുന്നത്. മനോകാമന ക്ഷേത്രം അന്നപൂർണ്ണ മലനിരകൾക്ക് താഴ്വരയിലാണ്. ഒരു മല കയറി നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതിനായിട്ട് ഇന്ന് കേബിൾ കാറുകളുണ്ട് ഇവിടെ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ സഞ്ചാരമുള്ളത് മനോകാമന ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ മനോകാമന ക്ഷേത്രത്തിൻ്റെ താഴ്വരയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം പോഖ്രയിലേക്ക് പോവാണ്. പോഖ്രയിലേക്ക് പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ 7 മുതൽ 8 മണിക്കൂർ വരെ മതി. പക്ഷേ ഇപ്പോഴത്തെ റോഡിൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് 12 മണിക്കൂർ വരെ എടുത്തേക്കാം എന്നുള്ളതാണ്. രാവിലെ തന്നെ ഒരു 7 മണിയായപ്പോൾ നമ്മൾ കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇപ്പോൾ സമയം ഇവിടെ നേപ്പാളിൽ സമയം 11:30 മണിയായിരിക്കണം. ഇനിയും നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഒരു വൈകുന്നേരം ഒരു 7-8 മണിയാകുമ്പോഴെങ്കിലും പോഖ്രയിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ത്രിശൂലി നദിയുടെ തീരത്തുകൂടിയുള്ള യാത്ര. ഈ പുഴയുണ്ടല്ലോ നമ്മുടെ യാത്രയെ മുഴുവനും അനുഗമിക്കുന്നുണ്ട്. ത്രിശൂലി പലതരത്തിൽ നമുക്ക് ത്രിശൂലിയെ കണ്ടുകൊണ്ടിരിക്കാം. ത്രിശൂലിയിൽ ഉരുളൻ കല്ലുകൾ വന്ന് കിടക്കുന്നത്, പിന്നെ ആ പുഴ തന്നെ ഒഴുക്കിക്കൊണ്ടുവന്ന മണലുകളെല്ലാം പരപ്പായി കിടക്കുന്നത്, പിന്നെ മലനിരകളിലെ ജീവിതങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഇവിടുത്തെ ഒരു വളരെ വിശേഷപ്പെട്ട വിനോദമാണ്. നേപ്പാളിൻ്റെ പ്രധാനപ്പെട്ട വരുമാനവും അത് തന്നെയാണ്. അപ്പോൾ അന്നപൂർണ്ണ എന്ന മലനിരകളെ കണ്ടു വണങ്ങിക്കൊണ്ട്, ത്രിശൂലി എന്ന പുഴയെ അനുഭവിച്ചുകൊണ്ട്, കണ്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര മുക്തിനാഥിലേക്കാകുമ്പോൾ തീർച്ചയായിട്ടും അത് അനുഗ്രഹദായകം തന്നെ ആയിരിക്കുമല്ലോ. ത്രിശൂലി എന്ന ഈ നദിക്ക് ഇങ്ങനെ പേര് വരുവാൻ ഒരു കാരണമുണ്ട്. മഹാദേവൻ തൻ്റെ ത്രിശൂലത്തെ ഒരിക്കൽ ഭൂമിയിൽ സ്പർശിച്ചു വച്ചപ്പോൾ ഉണ്ടായ 3 നദികൾ. നാരായണി നദിയുടെ കൈവഴിയാണ് ത്രിശൂലി എന്നും കരുതപ്പെടുന്നു. ത്രിശൂലി നദിയെ കണ്ട ഭാഗത്ത് നിന്ന് പിന്നീട് 95 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് പോഖ്രയിലെത്താൻ. മലനിരകൾക്ക് നടുവിലൂടെയുള്ള ഈ യാത്ര, ഈ വഴികൾ ഒക്കെയും ഓരോ സഞ്ചാരിയുടെയും മനസ്സുണർത്താൻ പോന്നതാണ്. അന്നപൂർണ്ണ മലനിരകളെ കാണുവാനാകുന്ന ഈ അപൂർവ സൗഭാഗ്യം കൈലാസയാത്ര നടത്തുമ്പോഴും സിദ്ധിക്കുന്നതാണ്. ഒരു കൈലാസയാത്രയുടെ അതേ ഉണർവ് ഏകദേശം ഒരു പരിധിവരെ മുക്തിനാഥ് യാത്രയിലുമുണ്ട് എന്ന് പറയാം. പോഖ്രയാണ് ലക്ഷ്യമെന്നതുകൊണ്ട് 5 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ പോഖ്രയിലേക്ക് എത്തുന്നു. അവിടെ അതിഥി റിസോർട്ട് ആൻഡ് സ്പാ എന്നറിയപ്പെടുന്ന മനോഹരമായൊരു ഹോട്ടൽ. യാത്ര ചെയ്തെത്തുന്നവരെ തീർച്ചയായിട്ടും ആനന്ദത്തോടുകൂടി വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ജീവനക്കാർ, ഒപ്പം ആ ഹോട്ടലിന്റെ അന്തരീക്ഷം മനസ്സിനെ ഉണർത്തി ഉല്ലാസഭരിതമാക്കുവാൻ ഈ ഒരു താമസം തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്.
ദീർഘമായൊരു യാത്രയ്ക്ക് ശേഷം ഒത്തുകൂടിയ എല്ലാവരും വൈകുന്നേരമായപ്പോൾ ഹോട്ടലിന്റെ വെളിപ്പാടകലെ നടന്നു മാത്രം സഞ്ചരിക്കാവുന്ന ദൂരത്തിലുള്ള ഫേവ ലേക്കിലേക്ക് ചെന്നു. ഫേവ തടാകത്തിന് തീരത്ത് ആനന്ദിച്ചും ഉല്ലസിച്ചും ഒരല്പനിമിഷം. അവിടെ നിന്ന് പിന്നീട് പോഖ്രയിലെ മനോഹരമായ കാഴ്ചകളിലേക്ക്. പോഖ്ര നമുക്കായി കാത്തുവെച്ച കാഴ്ചകൾ. മഹാദേവിയുടെ സാന്നിധ്യമായ വെള്ളച്ചാട്ടം, മഹാദേവന്റെ ഉപദേശഭൂമി, അവിടേക്കുള്ളതായിരുന്നു പിന്നീടുള്ള യാത്ര. നേപ്പാളിലെ വലിയ നഗരങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പൊഖ്ര. പൊഖ്രയും നേപ്പാളിന്റെ പൊതു സ്വഭാവത്തിലുള്ളതുപോലെ തന്നെ എല്ലാ മൂർത്തികളെയും ആരാധിക്കുന്ന പ്രദേശമാണ്. ഇവിടെ ബുദ്ധസ്തൂപങ്ങൾ കാണാം, ശിവക്ഷേത്രങ്ങൾ കാണാം, ഭഗവതി ക്ഷേത്രങ്ങൾ കാണാം, നാരായണന് ഉപാസനയുമുണ്ട്. പൊഖ്രയിലെ അതിപ്രസിദ്ധമായൊരു വെള്ളച്ചാട്ടമുണ്ട്. സാധാരണ കാലങ്ങളിൽ മഴക്കാലത്ത് വന്നാൽ നല്ല ഭംഗിയാണ്, പക്ഷെ നമുക്ക് ഇപ്പോൾ വരുമ്പോൾ അത്ര വെള്ളം കാണുന്നില്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് ദേവീസ് ഫാൾ എന്നാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഡേവിസ് ഫാൾ എന്നൊരു പേര് സംശയം തോന്നാം. അങ്ങനെയല്ല, ഭഗവതിയുടെ ആ ജല സാന്നിധ്യം അല്ലെങ്കിൽ വെള്ളച്ചാട്ടം എന്നാണ് ഇതിന് അർത്ഥമുള്ളത്. പല പല തട്ടുകളുള്ള ഒരു ജലസ്രോതസ്സാണ്. നിറയെ വെള്ളമുള്ളപ്പോൾ ഈ തട്ടുകളിലൂടെ ജലം വന്ന് അതൊരു പാറപ്പുറത്ത് വീണിട്ട് ആ പാറപ്പുറത്ത് നിന്ന് ജലം ഇങ്ങനെ മഴവില്ല് പോലെ ഉണ്ടാകും. ആ മഴവില്ല് കാണാൻ പറ്റും. അത് കാണാനാണ് സാധാരണ ധാരാളം ഭക്തരിവിടെ വരുന്നത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഭഗവതിയുടെ നാമത്തിൽ ഒരു വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്? അതിന് പിന്നിലെ സത്യം പറയണമെങ്കിൽ ഇവിടുത്തെ ഗുപ്തേശ്വരം എന്ന ക്ഷേത്രം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഗുപ്തേശ്വരത്ത് മഹാദേവനാണ് ഇരിക്കുന്നത്, ഒരു ഗുഹാക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ഇനി നമ്മൾ നടത്തുന്നത്. ഏതായാലും ദേവീസ് ഫാൾ അല്ലെങ്കിൽ ഭഗവതിയുടെ ഈ ജലസാന്നിധ്യം നമ്മളെ ശരിക്കും ഉണർത്തുന്നതാണ്. മാത്രമല്ല പൊഖ്രയുടെ ആ മലകളും പുഴകളും കുളങ്ങളും ഉള്ള ഒരു ദേശപ്രകൃതിയുടെ ഭൂമിശാസ്ത്രത്തിന്റെ ചില മനോഹരമായ രൂപങ്ങളെ കൊത്തിയെടുക്കുവാൻ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവുകയും കാണുകയും അതിന് സാധിക്കുകയും ചെയ്യും. ദേവീസ് ഫാൾ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടവും അതിന് പിന്നിലെ ഐതിഹ്യവും എന്തെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ആ കാഴ്ചയുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ ഗുപ്തേശ്വർ മഹാദേവ ക്ഷേത്രം കൂടി നമ്മൾ കണ്ടിരിക്കണം. ആ വെള്ളച്ചാട്ടം നിലകൊള്ളുന്നതിന് നേരെ വീതിക്ക് എതിർവശത്തായ ഒരു വലിയ കവാടമാണ് ആദ്യം നമ്മളെ സ്വാഗതം ചെയ്യുന്നത്, ഗുപ്തേശ്വർ മഹാദേവ ക്ഷേത്രത്തിലേക്ക്. ഗുപ്തേശ്വർ മഹാദേവ ക്ഷേത്രം ഒരു ഗുഹാക്ഷേത്രമാണെന്ന് പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി കാഴ്ചകൾ നമുക്ക് അകത്ത് ചെന്ന് കാണാം.
പോഖ്രയിലെ ഗുപ്തേശ്വര മഹാദേവ ക്ഷേത്രം ശരിക്കും കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. ശരിക്കും അതിനുള്ളിൽ വെച്ച് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇരുട്ട് വീണ് കിടക്കുന്ന പ്രദേശത്ത് വെച്ച് അത് സാധ്യമല്ല. അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു വലിയ ഗുഹയാണ്. താഴേക്ക് ഇറങ്ങി 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 ചെല്ലണം. അതിനിടയ്ക്കൊരു കാമധേനു പശുവിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി അങ്ങ് താഴേക്ക് ശരിക്കും ഒരു സാധാരണമായിട്ടുള്ള ഒരു പ്രകൃതിയാൽ തന്നെ നിർമ്മിതമായ ഒരു ഗുഹ. ആ ഗുഹയിൽ പിന്നീട് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ കൊടുത്ത് വലിയൊരു പ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരുപാട് പടവുകൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ആദ്യം മഹാദേവൻ ശ്രീപാർവതിക്ക് ഉപദേശം കൊടുത്ത സ്ഥലം കാണാനാകുന്നത്. ഗുപ്തേശ്വരന്റെ ഐതിഹ്യം തന്നെ ഇങ്ങനെയാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ദേവീസ് ഫോൾ കണ്ടല്ലോ, വെള്ളച്ചാട്ടം. അവിടെ പാർവതി ദേവി തപസ്സിരുന്നു എന്നാണ്. പാർവതി ദേവി എന്തിനാണ് തപസ്സിരുന്നതെന്ന് വെച്ചാൽ മഹാദേവനെങ്കിൽ നിന്ന് ജ്ഞാനോപദേശം കിട്ടാനാണ്. ഭഗവതി ജ്ഞാനോപദേശം കിട്ടാൻ വേണ്ടി തപസ്സിരുന്ന പ്രദേശത്തേക്ക് ആ തപസ്സിന്റെ ശക്തിയാൽ ജലസാന്നിധ്യം ഒഴുകിയെത്തിയതാണ്. ഈ ജലം ഒഴുകിച്ചേരുന്ന സ്ഥലത്ത് ഗുഹയിൽ ഭഗവാൻ ഒളിച്ചിരുന്നുവെന്നും ജ്ഞാനോപദേശം ലഭിക്കാനായി പാർവതി അവിടേക്ക് ക്ഷണിച്ചുവെന്നുമാണ്. അവിടെ ഒളിച്ചിരുന്നു കൊണ്ട് പാർവതിക്ക് മഹാദേവൻ ഉപദേശം നൽകുകയും ചെയ്തു. അവിടെ അതായത് ഒളിച്ചിരിക്കാൻ വെച്ചാൽ ഗുപ്തമായിട്ടിരുന്നു കൊണ്ട് വേറെ ആരുമില്ലാത്തൊരു പ്രദേശത്തിരുന്നു കൊണ്ട് മഹാദേവൻ ശ്രീപാർവതിക്ക് ഉപദേശം നൽകി. അതാണ് ഗുപ്തേശ്വർ മഹാദേവനിലെ ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ സംഭവിച്ചത്. മറ്റൊരു വിശേഷമുള്ളത്, ഈ ഉപദേശം കേൾക്കാനായി ഗണപതി വന്ന് ഒളിച്ചിരുന്നു എന്നാണ്. ആ ഒളിച്ചിരുന്നൊരു പ്രദേശവും ഇതിനുള്ളിൽ നമുക്ക് കാണാം. ശരിക്കും അകത്തേക്ക് കയറി ഇരുട്ടാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പല കാഴ്ചകളും കാണൂ. നമ്മൾ പുറത്തുനിന്ന് കണ്ടില്ലേ ആ വലിയൊരു വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തിന്റെ അവസാനം അല്ലെങ്കിൽ ആ വെള്ളം വന്ന് പതിക്കുന്ന സ്ഥലം ഇവിടെ ഇതിനുള്ളിലാണ്. അപ്പൊ അത്രയ്ക്ക് താഴേക്കാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അവിടെ ഒരു ദിക്കിലാണ് ഗണപതി ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസമുള്ളത്. വേറൊരു യുഗത്തിൽ എത്തിയതുപോലെയാണ് നമുക്ക് ഇതിനുള്ളിൽ എത്തിയാൽ തോന്നുക. Moksha, Journey to the Self.